الحمد لله الذي فضل أوقات رمضان على غيره من الأزمان وأنزل فيه القرآن هدى للناس وبينات من الهدى والفرقان وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാൻ അതിന്റെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ റമദാനിന് വേണ്ടി ഭൗതികമായി ഒരുങ്ങുമ്പോൾ, വീടും ചുറ്റുപാടുകളുമൊക്കെ വൃത്തിയാക്കി തയ്യാറെടുക്കുമ്പോൾ നമ്മളിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയം ബന്ധങ്ങളിലുള്ള വിള്ളലുകളെ ചേർത്ത് വെക്കാൻ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, റമദാനിനുള്ള തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ഭൗതികപരമായി മാത്രമല്ല, ആത്മീയപരമായും നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണമെന്നുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ഘട്ടമായി ഉലമാക്കൾ പറയുന്നുണ്ട്, നല്ലൊരു പ്രാർത്ഥനയോടുകൂടെ റമദാനിനെ സമീപിക്കണമെന്നാണ്. പ്രാർത്ഥനയോടുകൂടെ സമീപിക്കുക എന്ന് പറഞ്ഞ സ്വഹാബത്തിന്റെ ചര്യ. അവരുടെ ജീവിതത്തിൽ റമദാനില്ലാത്തൊരു കാലഘട്ടം കടന്നു പോകണില്ല എന്നാണ്. അതായത് റമദാനെ കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹു ഈ റമദാനിലെ അമലുകൾ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നിരന്തരം പ്രാർത്ഥിക്കുക. ഒരു പകുതിയോളം അടുത്ത പകുതിയിൽ അവർ ദുആ ചെയ്യുന്നത് അടുത്ത റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേന്നാണ്. ബല്യഅനാ റമദാൻ, റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന പ്രാർത്ഥന. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ ആളുകൾ ഈ ദുആ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായി കാണാൻ സാധിക്കും.
ഞങ്ങൾക്ക് ഷാബാനിലും റജബിലും ബറക്കത്ത് നൽകണേ, റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ. പ്രാർത്ഥനാപരമായിട്ട് ആ പ്രാർത്ഥന എന്തല്ല, തെറ്റല്ല. പക്ഷെ അങ്ങനെ ഒരു ലഫ്ള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കടന്നു വന്ന പദമല്ല. അതുകൊണ്ട് ഇന്ന പദം തന്നെ പ്രാർത്ഥിക്കാവൂ, ഇന്ന സമയത്തത് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. പക്ഷെ അതിന്റെ ആശയങ്ങൾ വളരെ കൃത്യമായതുകൊണ്ട് തന്നെ നമുക്ക് സ്വമേധയായുള്ള ദുആയായി അള്ളാഹുവിനോട് ആ പ്രാർത്ഥനകൾ റമദാനിലേക്ക് നമ്മളെ ഒന്ന് എത്തിച്ചു തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ റമദാനിനെ വളരെ രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു നിയ്യത്തോടുകൂടെ റമദാനിലേക്ക് നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന മനസ്സോടുകൂടെ കടന്നു വന്ന് നല്ലൊരു നിയ്യത്ത് നമ്മളുടെ മനസ്സുകളിൽ കടന്നു വരണം. റമദാനാണല്ലോ, അങ്ങനെ ഒരു മാനസിക ചിന്താഗതി കടന്നു വന്നാൽ എങ്ങനെങ്കിലും ഈ മാസം കൂടെ അങ്ങോട്ട് കഴിഞ്ഞു പോകണം, അങ്ങനത്തെ ഒരു ചിന്താഗതിയല്ല നമ്മളുടെ മനസ്സിലൂടെ കടന്നു വരേണ്ടത്. അതിനെ വിശാലമായി റമദാനിനെ സ്വീകരിക്കുമെന്നുള്ളൊരു നിയ്യത്തുണ്ടാവുക. ഓരോ അമലുകളിലും സ്പഷ്ടമായ നിയ്യത്തുകൾ നമ്മളുടെ മനസ്സുകളിലൂടെ കടന്നു വരണം. അതിന്റെ നോമ്പ് എനിക്ക് എടുച്ചുപൊട്ടണം, അതിലെ ഖുർആൻ പാരായണങ്ങൾ എനിക്ക് മനോഹരമായി നിർവഹിക്കണം. ആ റമദാനിൽ എന്നെ കൊണ്ട് സാധ്യമാകുന്ന രീതികളിൽ ആളുകളെ നോമ്പ് തർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ എനിക്ക് ചെയ്യണം. ഇന്ന രൂപത്തിൽ അതിന്റെ ഹദിയകൾ നിർവഹിക്കാൻ എനിക്ക് സാധ്യമാകണം. അങ്ങനെ ഓരോ അമലുകളിലും വ്യക്തമായ നിയ്യത്തോടുകൂടെ, കാരണം ഏത് പ്രവർത്തനങ്ങൾക്കും അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹ് ബുഖാരി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ഹദീസ് തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്ന് റിവായത്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അല്ലാഹു തആല ഏത് അമലുകൾക്കും അല്ലാഹു പ്രതിഫലം നൽകുന്നത് അതിന്റെ നിയ്യത്തുകൾക്കനുസരിച്ചിട്ടാണെന്ന്. അതിന് പർവ്വത സമാനമായ പ്രതിഫലങ്ങൾ നമുക്ക് ലഭ്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നോമ്പെടുക്കുന്നുണ്ടല്ലോ എന്ന് കരുതി നോമ്പെടുക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ഒരു നോമ്പുണ്ടാവും, അതിനപ്പുറം ഒന്നും കിട്ടാനില്ല. നേരെ മറിച്ച് അല്ലാഹുവേ ഇതുകൊണ്ട് എന്റെ പാപം പൊറിച്ചു തരണം, എനിക്ക് സ്വർഗത്തിന്റെ കവാടം കിട്ടണം, നരകത്തിൽ നിന്ന് നീ എന്നെ അകറ്റി നിർത്തേണ്ടതുണ്ട്, എനിക്ക് എന്റെ അല്ലാഹനെ കണ്ടുമുട്ടാൻ സാധിക്കണം. ഈ ഒരു നിയ്യത്തുകളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അതിന് നോമ്പിന്റെ മനസ്സിലാക്കി റമദാനിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ നാട്ടിലൊക്കെ അയൽവാസി നോമ്പ് തുറപ്പിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് തുറപ്പിക്കാതിരുന്ന മോശമാണ്. അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ നോമ്പ് തുറ സംഘടിപ്പിക്കുന്നുണ്ട്, എന്റെ വീട്ടിലില്ലെങ്കിൽ മോശമാണ്. ആ മോശത്തരത്തെ കവർ ചെയ്യാനാണ് നോമ്പ് തുറപ്പിക്കുന്നതെങ്കിൽ കുറച്ച് ഭക്ഷണം കൊടുത്തു എന്നല്ലാതെ മറ്റൊന്നതിൽ കിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹുവേ ഒരാളെ നോമ്പുകാരനെ ആ നോമ്പ് തുറപ്പിക്കുമ്പോ അതേ പ്രതിഫലം അദ്ദേഹത്തിൽ നിന്ന് ഒന്നുപോലും ചുരുങ്ങാതെ എനിക്കും അത് കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് അതിലേക്ക് ഇറങ്ങുന്നതെങ്കിലോ അതിന് പ്രതിഫലമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളിലൂടെ കടന്നു വരുമ്പോ നല്ല നിയ്യത്തോടുകൂടെ കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് പ്രതിഫലങ്ങൾ സുനിശ്ചിതമാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ്. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നമ്മളുടെ ജീവിതങ്ങളിലൂടെ ഉണ്ടാകണം. അതിന്റെ തയ്യാറെടുപ്പ് ഭൗതികമായി നമ്മൾ പറഞ്ഞു, നമ്മളുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ നനച്ചുകുളിയിലൂടെ റമദാനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നവരാണ്. പക്ഷെ എന്റെ അമല് സ്വീകരിക്കാൻ മാത്രം ഞാൻ അർഹനായി തീരുന്നുണ്ടോ ഈ റമദാനിലേക്ക് കടന്നു വരുമ്പോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, അൽ അദ്ഇയതു വത്തഅബ്ബുദാത്ത് ഫീ മൻസിലത്തി സിലാഹ്. പ്രാർത്ഥനകളും അല്ലാഹുവിനോടുള്ള കാവലച്ചട്ടങ്ങളും ദിക്റുകളും പ്രാർത്ഥനകളുമെല്ലാം ഫീ മൻസിലത്തി സിലാഹ്, അതൊരു ആയുധത്തിന്റെ സ്ഥാനത്താണ്. ലാ ബിഹാദിഹി ഫഖത്ത്, അതിന് മൂർച്ചയുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ച് അതുപയോഗിക്കുന്നവന്റെ കൈയിന്റെ കരുത്താണ്. നല്ല ആയുധമാണ്, നല്ല മൂർച്ചയുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. അതുപയോഗിക്കുന്നവന്റെ കൈയിന്റെ കരുത്താണ് അതിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ നല്ലതാണ്, ദുആകൾ നല്ലതാണ്. പക്ഷെ ആ പ്രാർത്ഥിക്കാൻ മാത്രം കരുത്തുറ്റ കരങ്ങളാണ് നമ്മളുടേത്. നോമ്പിന് നല്ല പ്രതിഫലമുണ്ട്, അത് സ്വീകരിക്കാൻ മാത്രമുള്ള പ്രവർത്തനമാണോ ജീവിതമാണോ എന്റെ? നോക്ക് പ്രിയമുള്ളവരെ, അതിന്റെ തിലാവത്തുകൾക്ക് പ്രാധാന്യമുണ്ട്, രാവുകൾക്ക് പ്രാധാന്യമുണ്ട്, പകലുകൾക്ക് പുണ്യമുണ്ട്. അത് സ്വീകരിക്കാൻ മാത്രമുള്ള അവസ്ഥകളാണോ എന്റെ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനെന്തു വേണം? കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ അമല് സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മളൊക്കെ അറിയേണ്ട ചില വസ്തുതകളുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്
ലോകൈകരായി കടന്നു വന്ന പ്രവാചകന്മാരോട് അല്ലാഹു തആല പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. റസൂലേ, താങ്കൾക്ക് നാം വഹി നൽകിയിട്ടുണ്ട് നബിയെ. താങ്കളുടെ പൂർവികരായി കടന്നു വന്ന ഏതേത് പ്രവാചകന്മാരുണ്ടോ അവർക്കും വഹി നൽകിയത് എന്താണെന്നറിയോ? ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക. താങ്കൾ ശിർക്ക് ചെയ്തു പോയോ, താങ്കളുടെ ഒരു കർമ്മങ്ങൾ പോലും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ. പരിപൂർണമായ നഷ്ടക്കാരിൽ നിന്ന് പെട്ടുപോകുമെന്നാണ്. ആരോടാ പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. റസൂൽ ശിർക്ക് ചെയ്യോ? ഒരിക്കലുമില്ല. അശിർക്കിന് വേണ്ടി പറയോ? ഒരിക്കലുമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നബിയാണ്, ഏറ്റവും ഇഷ്ടമുള്ള നബിയാണ്. പക്ഷെ റസൂലുള്ളാഹിനോട് പറയാ, താങ്കളുടെ ഭാഗത്തു നിന്നാണ് ശിർക്ക് വരുന്നതെങ്കിൽ താങ്കൾക്ക് മാപ്പില്ല. താങ്കളുടെ സകലമായ കർമ്മങ്ങളും ഏതുപോലെ അള്ളാന്റെ തൗഹീദിന് വേണ്ടി ബദറിന്റെ ഊശ്വര മരുഭൂമിയിൽ അങ്ങ് ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ, ഉഹദിന്റെ രണഭൂമിയിൽ നൊമ്പരങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പുണ്യഭൂമിയെ രക്തത്തിലൂടെ കുളിച്ചിട്ടുണ്ടെങ്കിൽ, അബൂ ആമിറിന്റെ ചതിക്കുഴിയിൽ വീണ് അങ്ങയുടെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ. അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകും റസൂലേ. അങ്ങയുടെ ഒരു കർമ്മങ്ങളും അല്ലാഹ്ക്ക് വേണ്ട, അല്ലാഹ് കബൂൽ ചെയ്യില്ല, അല്ലാഹ് കബൂൽ ചെയ്യില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തനബി ശിർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നാണ് കടന്നു വരുന്നതെങ്കിലോ അല്ലാഹ് കബൂൽ ചെയ്യില്ല. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ സമാധാനിക്കേണ്ട ഒരു വിഷയം എന്തെന്നറിയോ? ഞങ്ങളാരും ശിർക്ക് ചെയ്യണവരല്ലോ എന്ന്. പക്ഷേ ശിർക്കിനെക്കാളും ചെറിയൊരു ശിർക്കിനെ പറഞ്ഞു, ലോകമാന്യത. ലോകമാന്യത. സ്വർഗത്തിലേക്കുള്ള വഴി നടത്താതെ അള്ളാഹു നരകത്തിലേക്ക് എറിയുമെന്ന് പറഞ്ഞത് ലോകമാന്യതയാണ്. അതിൽപ്പെട്ടതാ പ്രിയമുള്ളവരെ, നോമ്പ് തറപ്പിക്കാൻ ആളുകളെ വിളിക്കുമ്പോ നാട്ടുകാരൊക്കെ കാണട്ടെ, എന്റെ വീട്ടിൽ പ്രൗഢമായ നോമ്പ് തറയാണ് എന്ന് കരുതുമ്പോ അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നതിന് പകരം ജനങ്ങളൊന്ന് കാണട്ടെ എന്ന ചിന്ത വന്നാൽ അമൽ സ്വീകരിക്കപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അമലുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ശിർക്കിന്റെ ചെറുതാവട്ടെ വലുതാവട്ടെ എന്റെ ജീവിതങ്ങളിലൂടെ ഇല്ല എന്ന് തീരുമാനിക്കാൻ നമുക്കൊക്കെ ഒരു തോന്നലുണ്ട്. ഒക്കെ മുസ്ലിങ്ങളല്ലേ, തൗഹീദുള്ളവരല്ലേ ഇതൊക്കെ ചെയ്യണമെന്നാൻ ഹൃദയത്തിന്റെ വേദന കൊണ്ട് നിങ്ങളോട് പറയാൻ. പറഞ്ഞു വാദങ്ങളൊക്കെ കാട് കയറിപ്പോയി. അള്ളാഹുവിന്റെ പടപ്പുകളായ സൃഷ്ടികളാണെന്ന് ലോകം നിയന്ത്രിക്കണമെന്ന് വിശ്വസിക്കുന്ന നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അവര് പടച്ചോനാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതൊന്നും നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊന്നും ഉൾക്കൊള്ളൂല്ല. പക്ഷെ കുറച്ചു മുമ്പൊക്കെ അറബിയിൽ പറഞ്ഞു നോക്കി, കുത്തുബുൽ അഖ്താബ്, ഔസുൽ അഅ്ലം. അത് സാധാരണക്കാരന്റെ ഭാഷ ഒന്നും തിരിഞ്ഞില്ല. ലോകത്തിന്റെ അച്യുതണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മലയാളത്തിൽ പറഞ്ഞു ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, അങ്ങനെ പറയാൻ പറ്റുമോ? പറഞ്ഞ് അള്ളാന്റെ അർശിന് മുകളിലാണ്. ഇവര് പടച്ചോനാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അർശിന് മുകളിലാണ് ഇവരെന്ന് പറഞ്ഞു. ഈ ആളുകളൊക്കെ നോമ്പെടുക്കാൻ ഹൃദയവേദന. കഴിഞ്ഞ ദിവസം ചാവക്കാടിന്റെ വെമ്പേനാട് അവിടത്തെ ഉറൂസുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി ആനപ്പുറത്തിരിക്കാൻ നിങ്ങൾക്കറിയോ, ഉമ്മത്ത് മുസ്ലിമ പഴച്ചുപോയ ഒരുപാട് മേഖലയുണ്ട്. കരിമരുന്ന് പ്രയോഗങ്ങൾ ഇതൊക്കെ നടത്തുമ്പോ ശരിയല്ല എന്ന് പറയുമ്പോ അത് നേർച്ച സ്ഥലങ്ങളിലും അതുപോലെ ഇത്തരം ഉറൂസിന്റെ മേഖലകളിലുമുള്ള അണുക്കളെ നശിച്ചു പോകാൻ കരിമരുന്ന് പ്രയോഗങ്ങൾ അനിവാര്യമാണെന്നാൻ ശാലിയാറ്റി ഫത്വകൾ ഇന്നും നിലനിൽക്കുന്ന ഫത്വകളാണ്. ആനക്ക് പ്രശ്നമില്ല എന്ന് ഫത്വ കൊടുത്തിരുന്ന ആളുകൾ, ഇതിന്റെ പിന്നാലൊക്കെ ആളുകൾ പോകും. റമദാനായ റമദാനിലുണ്ടാവും, ഉറൂസായി അവിടെ ഉണ്ടാവും, നേർച്ചകളായി അവിടെ ഉണ്ടാവും. ഷിർക്കിന്റെ കണിക ജീവിതത്തിലുണ്ടോ? അമലല്ല കബൂല് ചെയ്യില്ല കേട്ടോ. ആ അമല് വെറുതെ എന്നാ പറഞ്ഞേ, ആ അമലല്ല കബൂല് ചെയ്യില്ല എന്നാ പറഞ്ഞേ. ആളുകൾക്കൊക്കെ ഇന്ന് ഒരു പ്രകടനപരത, ഒരു ആഘോഷങ്ങള്, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥകളിലൂടെ ഈ ചാവക്കാടിന്റെ മണത്തലയിൽ കുട്ടികൾ ഇങ്ങനെ ദഫ് കളിക്കുമ്പോ അതൊരു നേർച്ചയുടെ പേര് പറഞ്ഞിട്ടാണ്.
കത്തുന്ന കർബല എന്ന് പറഞ്ഞൊരു പാട്ടും വെച്ച് അതിന്റെ ഇടയിൽ ബാഗും ചോളച്ചിട്ട് ഒരു ഉമ്മ ചാടിക്കളിച്ചപ്പോ വേദന തോന്നി. എനിക്ക് 2-3 പോയിന്റ് അതിൽ വന്നെന്തെന്നറിയോ? ഒന്ന്, ഇസ്ലാമിനെ എവിടേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് പണ്ഡിതന്മാരുടെ കയ്യിൽ നിൽക്കണില്ല. അവർക്ക് ഒരു കാലത്ത് ഇത് നടത്തണമെന്ന് വാശി പിടിച്ചവർ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുമ്പോ വേണ്ടാന്ന് പറയുമ്പോ സമൂഹത്തിന് കിട്ടണില്ല, കൺട്രോൾ കിട്ടണില്ല. രണ്ടാമത്തെ വിഷയം അതിലെന്തെന്നറിയോ? എന്തിനാണ് ഇവർ ചാടിക്കളിക്കണമെന്ന് പോലും ഇവർ അറിയണില്ല. ആ പാട്ടിന്റെ വരികളിൽ കടന്നു പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികള് കർബലയുടെ മണ്ണില് ഒരു തുള്ളി ദാഹജലമില്ലാതെ ഷഹർബാന്റെ തോളത്ത് കിടക്കുന്ന കുഞ്ഞിന്റെ തൊണ്ടക്കുഴിയിലൂടെ അമ്പ് തറക്കുന്നു എന്ന് പാട്ടുപാടിയിട്ട് അതിനോട് ചാടിക്കളിക്കാൻ മാത്രം കഴിച്ചുപോയോ നമ്മളുടെ ആടകളുടെ ഹൃദയങ്ങളെ? അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ, നമ്മുടെ പരിചയത്തിന്റെ വലയത്തിൽ അത്തരം ആളുകളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ, റമദാനിലേക്ക് കടക്കാൻ. ഈ വക ആഘോഷങ്ങളൊന്നല്ല ഇസ്ലാം. ഇത് ഈ വിശ്വാസം ഹൃദയത്തിൽ പേറിയിട്ടാണോ? ശിർക്കിന്റെ കണികകളെ മറ്റുള്ളവർ കാണണമെന്ന് വിചാരിച്ച് സ്വതക്ക കൊടുച്ചാൽ പോലും, മറ്റുള്ളവർ കാണണമെന്ന് വിചാരിച്ച് നിസ്കരിച്ചാൽ പോലും, മറ്റുള്ളവർ കാണണമെന്ന് വിചാരിച്ചത് ഈ മിമ്പറിൽ ഞാൻ ഖുതുബ നടത്തുമ്പോ ഈ തഖ്വ പള്ളിയിൽ ഇരിക്കുന്ന നിങ്ങൾ സാക്ഷിയാണ്. എന്റെ ഇരുകാലുകൾ വലിച്ചുകൊണ്ട് നാളെ നരകത്തിലേക്ക് എറിയുന്നതിന് നിങ്ങളായിരിക്കും സാക്ഷി എന്നാണ്. അതിന്റെ ഗൗരവം നിങ്ങൾ അറിയുന്നുണ്ടോ? നോക്കിയ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടക്കാനുള്ള പാലം പോലും കയറാൻ അല്ലാഹ് അനുവാദം നൽകാതെ ചങ്ങലകളാൽ വലിച്ച നരകത്തിലേക്ക് വലിച്ചെറിയുന്ന, പറഞ്ഞത് ഖുതുബയല്ലേ, മിമ്പറല്ലേ, ഖുർആനല്ലേ, തൗഹീദല്ലേ, ആയത്തല്ലേ, റസൂലുള്ളാഹിനെ പറ്റിയിട്ടല്ലേ? ഒക്കെ ശരിയാണ്. എന്റെ നിയ്യത്തിലാ പിഴച്ചത്, എന്റെ നിയ്യത്തിലാ പിഴച്ചത്. നിങ്ങളൊക്കെ വിചാരിക്കണം, എനിക്ക് കുറച്ച് പറയാനറിയാം, എനിക്ക് കുറച്ച് ഇൽമുണ്ടെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണെങ്കിൽ അള്ളാന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നിടത്ത് ഈ ലോകമാനിത് ഞാൻ കരുതുമ്പോ എന്റെ അമൽ അല്ലാഹ്ക്ക് വേണ്ട, ഈ യാത്ര അല്ലാഹ്ക്ക് വേണ്ട, ഈ ഖുതുബ അല്ലാഹ്ക്ക് വേണ്ട, ഈ റമദാനിലെ ഓട്ടങ്ങൾ അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹ് സ്വീകരിക്കില്ല, അത് അല്ലാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ട് ശിർക്കില്ലാത്ത രൂപത്തിൽ റമദാനിലേക്ക് കടക്കാൻ. മറ്റൊന്ന് വിദഅത്തുകാരനാണോ, പുത്തൻ ആചാരങ്ങളുണ്ടോ, അവന്റെ അമലും അല്ലാഹ് സ്വീകരിക്കില്ല. അമല് തകർന്നു പോകുന്നതാണ്. കണ്ടതും കേട്ടതും പറഞ്ഞതൊക്കെ ഇല്ല കേട്ടോ. മതത്തിൽ ഒരു കാര്യം ദീനായി ചെയ്യണമെങ്കിൽ മുത്തുനബിയുടെ തെളിവ് വേണം, അനുവാദം വേണം. അതില്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. അതുപോലെ റമദാനിലെ സ്വീകരിക്കപ്പെടൂല എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആലോചിച്ച് നോക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരുപാട് ത്യാഗം ചെയ്യുന്ന ആളുകളെ പറ്റി പറയാം. എന്താ അവരുടെ പ്രത്യേകത? യാത്രക്കാരനാണ്, മുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ചിട്ടുണ്ട്, യാത്ര ചെയ്ത് മുടി ജട പിടിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ ക്ഷീണിച്ചവശനായി അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബീ റബ്ബീ, എന്റെ റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് കരങ്ങൾ ഉയർത്തുമ്പോ ഫഅന്നാ യുസ്തജാബു അലൈക്, അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടാനുള്ളത്? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമാണ്, അവൻ കുടിച്ച പാനീയം ഹറാമാണ്, അവൻ ധരിക്കുന്ന വസ്ത്രം പോലും ഹറാമാണ്, വസ്ത്രം പോലും ഹറാമാണ്. അല്ലാഹു അമലിനെ സ്വീകരിക്കില്ല. എന്താ പറഞ്ഞത്? ആ ഹദീസിനൊന്ന് പഠിച്ചൊക്കെ നിങ്ങള്. യാത്ര ചെയ്ത മനുഷ്യൻ, യാത്രക്കാരന്റെ ദുആഇന് ഇജാബത്തുണ്ട് എന്ന് പഠിപ്പിച്ച മത ഇസ്ലാം. പക്ഷെ ഈ മനുഷ്യനെ ഇങ്ങനൊക്കെ യാത്ര ചെയ്യും. അയാളുടെ ശരീരത്തിൽ യാത്രയുടെ പൊടി പുരണ്ടു, അയാളുടെ മുടി യാത്രയിൽ കാറ്റടിച്ച്, വാഹന മൃഗങ്ങളിലൂടെയുള്ള യാത്രയാണല്ലോ, മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അള്ളാഹിനോട് റബ്ബി റബ്ബി എന്ന് പറയുമ്പോ അള്ളാഹ് ഉത്തരം നൽകണില്ല. കാരണം കഴിച്ച ഭക്ഷണം ഹറാമായി, കുടിച്ച വെള്ളം ഹറാമായി, ധരിച്ച വസ്ത്രം പോലും ഹറാമായി. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന കച്ചവടം ആയിക്കോട്ടെ ഒരു ഹറാമ് കടന്നു വന്നിട്ട് പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയിട്ടും എത്ര നോമ്പ് വരെ നടത്തിയിട്ടൊരു കാര്യമില്ല. നമ്മളത് ഗൗരവത്തിൽ ഞാൻ പറയാം നമ്മളോട്. കാരണം എന്താ അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങളുടെ മുഴുവൻ ഇബാദത്തുമായി പരലോകത്ത് കടന്നു വരുമ്പോ അള്ളാഹ് മൈൻഡ് പോലും ചെയ്യൂല, അള്ളാഹ് തിരിഞ്ഞു നോക്കൂല എന്നാണ്. ഇത് നമുക്ക് മനസ്സിലാവും. ഞാൻ മുമ്പൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് കുറെ സമ്പാദ്യമൊക്കെ ആയിട്ട് നമ്മൾ പല ഭക്ഷണം സ്കിപ്പ് ചെയ്യും. പ്രവാസികൾ അങ്ങനെയാ.
കിട്ടുന്ന സമ്പാദ്യമൊക്കെ അടിച്ചു വെക്കും. എന്നിട്ട് ഇതൊക്കെ കുടുംബത്തിനാന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കും. അവസാനങ്ങൾ ആലോചിച്ചൊക്കെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി ലാൻഡ് ചെയ്ത് എമിഗ്രേഷൻ ക്ലിയറൻസും ബാഗേജ് ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വെച്ചുമ്പോ ഒരാളും നമ്മളെ വിളിക്കാൻ വന്നിട്ടില്ലെങ്കിൽ മനസ്സിലൊരു വേദന തോന്നും. ആരും എന്നെ പരിഗണിച്ചില്ലല്ലോ. ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വന്ന് സ്വന്തം ഭാര്യ ഡോറ് തുറന്ന് ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് തിരിച്ചു പോയാലേ വന്നോടത്തേക്ക് തിരിച്ചു പോകാൻ നമ്മുടെ മനസ്സ് മോഹിക്കൂലേ? ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ കഷ്ടപ്പെട്ടെ? എന്റെ കുടുംബത്തിനോ എന്റെ മക്കൾക്കോ? മുസ്ലിം പറയാണ് ലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹു സംസാരിക്കില്ല. വലാ യുസക്കീഹിം, അവരെ റബ്ബ് സംസ്കരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, കാരുണ്യത്തിന്റെ നോട്ടം പോലും അല്ലാഹു നോക്കൂല. ആരാണെന്നറിയോ? അതിൽ പറഞ്ഞ ഒരു വാക്ക് വസ്ത്രം നിര്യാണിക്ക് താഴെ ഇട്ടവനാണ്, നിര്യാണിക്ക് വസ്ത്രമെടുത്തവനാണ്. മറ്റൊന്ന് പറഞ്ഞത്, പ്രിയമുള്ളവരെ, കള്ള സത്യം പറഞ്ഞ് കച്ചവട വസ്തുക്കളെ വിറ്റഴിച്ചവനാണ്. കള്ളം പറഞ്ഞ് വസ്തുക്കളെ വിറ്റഴിക്കാം. അവന്റെ ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ടെന്ന്. മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട, അൽ മന്നാൻ, കൊടുത്തുപോയ സ്വതക്കൊക്കെ ഇങ്ങനെ എടുത്തു പറയണം. അല്ലാഹ് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, നോമ്പായി, സക്കാത്തായി, സ്വതക്കയായി, ഇഫ്താറുകളായി, ഖിയാമുൽ ലൈലായി, തറാവീഹായി, ദുആകളായി, വിക്റുകളായി അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹ്ക്ക് നിങ്ങളുടെ അമല് വേണ്ട, അല്ലാഹ് തിരിഞ്ഞു നോക്കൂല എന്നാണ്. അതുകൊണ്ട് തയ്യാറെടുക്കേണ്ടത് ഇങ്ങനത്തെ ഒരു മാനസിക അവസ്ഥകളിലും ആവില്ല എന്ന് കരുതാൻ. നമ്മൾ ആലോചിച്ച് നോക്കേ, നമ്മൾ കഴിക്കണതും നമ്മുടെ മക്കൾക്ക് കൊടുക്കണതും നമ്മൾ ധരിക്കണതും നമ്മളുടെ അഹലുകാരെ നമ്മൾ ധരിപ്പിക്കുന്നതും അത് ഹറാമാണെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ ഹലാലാക്കാൻ വേണ്ടി, നമ്മുടെ ഉപജീവനത്തിന്റെ മാർഗത്തിനെ ഹലാലാക്കാൻ വേണ്ടി മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അതുകൊണ്ട് സ്വരൂപിച്ചു വെച്ച ആളുകളുണ്ടെങ്കിൽ, ഒരുപാട് പാവങ്ങളുടെ കണ്ണീര് അതിന്റെ മേലെ വന്ന് വീഴുമ്പോ ആ അമലുകൾ അല്ലാഹു തആല കബൂൽ ചെയ്യില്ല എന്നുള്ളതാണ്. അല്ലാഹു സൽബുദ്ധി കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒരു തയ്യാറെടുപ്പോടുകൂടെ ഏതൊരു പ്രവൃത്തിക്ക് അല്ലാഹു എന്റെ അമല് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചോരെ, അമല് നമ്മൾ ഉമ്മാനോട് ഒക്കെ തെറ്റി നടന്ന് അവരെ പ്രയാസപ്പെടുത്തിയിട്ട് പിന്നെ നമ്മളുടെ അമലുകൊണ്ട് കാര്യമില്ല. ഏത് മേഖലയിലും ആ ഒരു ശ്രദ്ധ റമദാനിലേക്ക് കടക്കുമ്പോൾ നമ്മളിലുണ്ടാവണം. പരമപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റമദാനിനെ അറിഞ്ഞ് റമദാനിലേക്ക് പ്രവേശിക്കണം. റമദാനിന്റെ മഹത്വം അറിഞ്ഞിട്ട് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ ആ അതിഥിയുടെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവുക. നല്ല നമുക്ക് അപൂർവങ്ങളിൽ കിട്ടുന്ന ഒരു അതിഥിയാണെങ്കിൽ, നമ്മളിപ്പോ എന്നും കാണുന്ന ഒരാളെ ഒരു പക്ഷെ നമ്മൾ വീടിന്റെ സിറ്റ് ഔട്ടിലിരുത്തി വർത്താനം പറഞ്ഞ ഒരു ചായ കൊടുത്ത് നമ്മൾ സലാം പറഞ്ഞ് വിട്ടിട്ടുണ്ടാവും. പക്ഷേ യാദൃശ്ചികമായി അപൂർവമായി നമ്മുടെ വീട്ടിൽ ഒരു അതിഥി, ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ കടന്നു വരുമ്പോ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒക്കെ നമ്മൾ ചെയ്യും. അയാളുടെ ഇഷ്ടാനുഷ്ഠങ്ങളെ നമ്മൾ മനസ്സിലാക്കും. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കേ, റമദാൻ എന്താന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിലേക്ക് ഇറങ്ങുള്ളേ. ഇത് നിസ്സാരം കിട്ടുന്ന ഒരു സംഭവമല്ല കേട്ടോ. അള്ളാഹുവിനെ ആയുസ്സിൽ തരുന്നത് നിസ്സാരല്ല. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹിനോട് പ്രാർത്ഥിച്ചോ. കാരണം അത് ആയുസ്സിൽ ഒരെണ്ണം കിട്ടിയാലേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ രണ്ടാളുകളെ സംബന്ധിച്ചൊരു ഉദാഹരണം പറഞ്ഞു. ഒരു മനുഷ്യനെ രണ്ടുപേരിൽ ഒരേപോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരുപോലെ അള്ളാഹിന്റെ മാർഗത്തെ ജീവിച്ചൊരു മനുഷ്യരിൽ ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ, രക്തസാക്ഷിത്വം വഹിക്കാൻ. എന്നാൽ കൂടെയുള്ള ഒരാളില്ലേ, ഒരു വർഷം കൂടെ അള്ളാഹു ആയുസ് കൂടുതൽ കുറിച്ചു, ഒരു കൊല്ലം കൂടെ ആ മനുഷ്യൻ കൂടുതൽ ജീവിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം സ്വമേധയാ കട്ടിൽ കിടന്ന് മരിക്കാൻ. പക്ഷെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ദർജ നോക്കുമ്പോ ഷഹീദായ മനുഷ്യനേക്കാളും ദർജ കൂടുതൽ ആർക്കാണ്? സ്വമേധയാ മരിച്ച ആൾക്കാർ. സഹാബ ചോദിച്ചു, നബി അതെന്താ അങ്ങനെ? സാധാരണ മരിച്ച ആൾക്ക് ദർജ കൂടുതൽ കിട്ടിയ, കാരണം ഷഹീദിന് കിട്ടുന്ന ദർജ എന്താണ്? അവരുടെ ആത്മാക്കൾ ഹരിത പറവകൾക്കുള്ളിലായി സ്വർഗത്തിൽ വിഹരിക്കുമെന്നർത്ഥം. അവരെ സംബന്ധിച്ച് മരിച്ചവരാണെന്ന് നിങ്ങൾ പറയണ്ട.
അവരല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, റിസ്ക് നൽകപ്പെടുന്നവരാണ്, ഉപജീവനം നൽകപ്പെടുന്നവരാണ്. ആ ഷഹീദിന്റെ ദറജക്ക് മേലെ സുമേധയാ മരിച്ചുപോയൊരു മനുഷ്യന് പദവിയോ? മുത്തുനബി ചോദിക്കുന്നുണ്ട്, സഹാബാ, ആ മനുഷ്യൻ ജീവിച്ചൊരു കൊല്ലത്തില് അദ്റക റമദാനിനെ എത്തിച്ചില്ലയോ? സഹാബത്ത് പറഞ്ഞു, അതേ റസൂലേ, സ്വല്ല വഖാമ, ആ മനുഷ്യൻ നമസ്കരിച്ചില്ലയോ റമദാനിലൂടെ? നിന്ന് നമസ്കരിച്ചില്ലയോ? വസ്വാമ, ആ മനുഷ്യൻ നോമ്പനുഷ്ഠിച്ചില്ലയോ റമദാനിലൂടെ? രാവും പകലും അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയവനല്ലയോ? അതാണ് ആകാശഭൂമികളുടെ വ്യത്യാസത്തിലാണ്. ഒരു റമദാന് കൂടുതൽ കിട്ടിയപ്പോ ആകാശഭൂമികളുടെ വ്യത്യാസത്തിലാണ് റമദാൻ ഉപയോഗപ്പെടുത്തിയ മനുഷ്യനുള്ള സ്ഥാനമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാക്കും ശഹ്റും മുബാറക്, അനുഗ്രഹങ്ങളുടെ മാസമാണ്, അനുഗ്രഹങ്ങളുടെ മാസമാണ്, ബറക്കത്തുடைய മാസമാണ് നിങ്ങളിലേക്ക് സംജാതമാകാനിരിക്കുന്നത് എന്നാണ്. അനുഗ്രഹത്തിന്റെ മാസാണ്. കാരണം അതിന്റെ അളവ് പുണ്യമടക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ പശ്ചാത്തപിക്കണോട്ടോ. എത്ര റമദാന് ഉപയോഗപ്പെടുത്താതെ പോയേ, എത്ര റമദാന് ഇത് ബറക്കത്തുടയതാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അതിൽ അല്ലാഹു നൽകിയ പുണ്യങ്ങളുടെ രീതി തന്നെയാണ്. അമലുകളുടെ പുണ്യങ്ങളുടെ വസന്തോത്സവമാണ് റമദാൻ. സ്വർഗം കിട്ടാനുള്ള വഴിയുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്, അമലുകൾ സ്വരൂപിക്കാനുള്ള വഴിയുണ്ട്. ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾക്ക്, പരാജയങ്ങൾക്ക് അള്ളാഹിനോട് മനസ്സ് തുറന്ന് പറയാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ നോക്ക്, ഒരിക്കലും ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന പോലെ ഇറങ്ങിത്തിരിക്കാനുള്ള അവസരമുണ്ട് ഈ റമദാൻ കഴിയുമ്പോൾ. തെറ്റേ ചെയ്തിട്ടില്ലാത്തവനെ പോലെ. നമ്മളുടെ റബ്ബല്ലാതെ ആരാ പ്രിയമുള്ളവരെ ഇങ്ങനത്തെ ഓഫർ തരിക? നമ്മുടെ ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ചുറ്റും ചില സംസാരങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും, അല്ലേ? അവസാനം പെട്ടെന്ന് സുൽഹാവും. അത് ജീവിതത്തിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്, അത് സുൽഹാവും. അപ്പോ ഭർത്താവ് ഭാര്യയോട് പറയും, ഇനി പ്രശ്നമില്ല, ഞാനൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. ഭർത്താവ് ഭാര്യയോടും പറയും, നിന്നോട് ഞാനൊക്കെ പൊരുത്തപ്പെട്ടു. പക്ഷെ മനുഷ്യന്റെ ഒരു പ്രശ്നം എന്തെന്നറിയും, കുറെ കാലം കഴിയുമ്പോൾ പറയും, എന്നാലും നിങ്ങൾ ഇന്നാള് അങ്ങനെ എന്നോട് ചെയ്തില്ലേ, അന്ന് നീ ഇതുപോലെ തന്നെയല്ലേ പറഞ്ഞേ. നമ്മളുടെ ഉള്ളില് അപൂർണത വന്നിട്ടില്ല. പക്ഷെ പടച്ചോൻ അങ്ങനല്ലോ. അവനാ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്ന രൂപത്തിലൂടെ പൂർണ്ണമായി പൊറുത്തു തരാൻ അല്ലാഹു സന്നദ്ധനാണ്. അതുകൊണ്ട് റമദാനിനെ പഠിക്കാൻ, അത് ബറക്കത്തുடைய മാസമാ, പുണ്യങ്ങളുടെ വസന്തോത്സവമാണ് റമദാൻ. പുണ്യങ്ങളുടെ വസന്തോത്സവമാണ്. അൽ-അഅ്മാൽ, സൽക്കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി വെച്ചുകൊണ്ടാണ്. ഇലാ 700 ളിഅഫിൻ, 700 ഇരട്ടി വരെയുമാണ് അതിന്റെ പുണ്യമെന്നാണ്. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റ കാര്യം പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഒരു ഹർഫ് പാരായണം ചെയ്താൽ എത്രയാ പുണ്യം? 10 നന്മയാണ്. 10 നന്മയാണ്. അലിഫ് ലാം എന്ന് പറഞ്ഞ ഒരു അക്ഷരമല്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. ഖുർആനിൽ 3,23,000-ലധികം ഹർഫുകളുണ്ട്. ഒരു ഹർഫിന് 10 നന്മ റമദാൻ അല്ലാച്ചപ്പോ അപ്പൊ പുണ്യങ്ങൾ എത്രയായി? കോടിക്കണക്കിന് പുണ്യായി. അതിനെ വീണ്ടും 700 ഇരട്ടി വരെ അല്ലാഹു തആല റമദാനിൽ തരാന്ന് പറയുമ്പോ ആ ഖുർആൻ ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവോ? നമുക്ക് ഉണ്ടോ? അത്രയും പുണ്യങ്ങളുടെ വസന്തോത്സവമാണ് റമദാൻ. ഒരു മാസം മുഴുവനായി നോമ്പെടുക്കാ അല്ലാഹു അനുവാദം നിന്ന മാസമാണ് റമദാൻ. 3 രാവ് കൊണ്ട്, 5 രാവ് കൊണ്ട്, 7 രാവുകളെ കൊണ്ട് ഖുർആൻ ഓതി തീർത്ത മാസമാണ് സഹാബ. ഈ റമദാനിലൂടെ ഓതി തീർത്തതാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ കമാനങ്ങള് തുറന്നു കിട്ടുന്ന മാസമാണ് റമദാൻ. നരക കവാടങ്ങൾ അടക്കുന്ന മാസമാണ് റമദാൻ. ശൈത്താന്മാരെ ചങ്ങലക്കെടുപ്പെടുന്ന മാസമാണ് റമദാൻ. യാ ബാഇയൽ ഖൈർ അക്ബർ, നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് വന്നാലോ, തിന്മ ചെയ്യുന്നവരെ പുറകോട്ട് പോയാലോ, റമദാനിന്റെ അമലുകളെ കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ പൊറുത്തു തരാമെന്ന് പറഞ്ഞു
നിറഞ്ഞ മഅഫറത്തിന്റെ മാസമാണ് റമദാൻ. തറാവീഹുകളെ കൊണ്ട് പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാണ്. പുണ്യകർമ്മങ്ങളെ കൊണ്ട് പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാണ്. ചോദിക്കാനുള്ള മനസ്സുണ്ടോ? പരിപൂർണമായി പുറത്തു തരുന്ന മാസമാണ്. അതിന്റെ അത്താഴത്തിന് നീക്കുന്ന സമയമുണ്ടോ? യൻസിലു റബ്ബുനാ തബാറക വതആല ഇല സമായി ദുനിയാ. അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാ. ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ ഉത്തരം നൽകാ. പൊറുക്കലിനെ തേടിക്കോ, പാപങ്ങളെ ഞാൻ പുറത്തു തരാ. ദുആ ചെയ്തോ, ഞാൻ ഇജാബത്ത് നൽകാമെന്നല്ലാഹ്. എവിടെയാ നമുക്ക് വിട്ടുപോകല്ലേ? അതുകൊണ്ട് ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് റമദാനിലേക്ക് കടന്നു വരാൻ, അതിന്റെ ഫളലുകൾ എന്താണെന്ന്, നോമ്പിന്റെ വിധിവിലക്കുകൾ എന്താണെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ അല്ലാഹു തൗഫീഖ് നൽകിയ നമ്മൾ സൂചിപ്പിക്കും. ഇത് ഒരു തയ്യാറെടുപ്പ്, വലിയ ഒരു മാസം, പവിത്രമായ മാസം നമ്മളിലേക്ക് വരാനിരിക്കാൻ. പക്ഷെ ഒറ്റ കാര്യം പറയാനുള്ളൂ. മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിലെ കാൽപാദമൂന്നിയ ലോകത്തിന്റെ മുത്ത് പറഞ്ഞു ആമീൻ. രണ്ടാമതും ആമീൻ, മൂന്നാമതും ആമീൻ. ഫലമ്മ ഫരിഅ റസൂലുള്ളാഹിന്റെ ഖുതുബ അവസാനിപ്പിക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരും ദുആ ചെയ്യുന്ന ഞങ്ങൾ കേട്ടില്ലല്ലോ, ആരും അങ്ങേ മിമ്പറിലേക്ക് കൊണ്ടുപോകുന്നു കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഒറ്റക്ക് ആമീൻ പറഞ്ഞത്, അതാനി ജിബ്രീൽ, എന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നതാണ്. ജിബ്രീലിന്റെ 3 ദുആ ഇന്ന് ഞാൻ ആമീൻ പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ മുഖം കുത്തി വീഴട്ടെ, നാശമടയട്ടെ. ആരാണെന്നറിയോ? റമദാനിലൂടെ ജീവിക്കാനുള്ള ഭാഗ്യം കൊടുത്തിട്ട് പോലും പാപങ്ങൾ പൊറുക്കപ്പെടാത്ത മനുഷ്യരുണ്ടോ? അവർ നാശമടയട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനക്ക് ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ്. ദുആ ചെയ്തത് ജിബ്രീലാണ്, ആമീൻ പറഞ്ഞത് ലോകത്തിന്റെ പ്രവാചകനാണ്. സ്ഥലം മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറാണ്. ബോധ്യമുണ്ടാവണം, ഈ റമദാൻ എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു കിട്ടണം. ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് പരാജയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു എല്ലാവിധ തയ്യാറെടുപ്പുകളോടുകൂടെ ഈ റമദാനിലേക്ക് കടന്നു വരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കിടയിലെ വല്ലാതെ വ്യാപിക്കുന്നൊരു വിഷയമാണ് റമദാൻ. ഷാബാൻ പകുതിയായി കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ പാടില്ല എന്നൊരു ഹദീസ് വല്ലാതെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും സാധാരണ എല്ലാവരുടെ കയ്യിലും കിട്ടുന്നുണ്ട്. നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, ഇനി നോമ്പെടുക്കാൻ പാടില്ലേ, എടുക്കാൻ പറ്റൂലേ എന്ന്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസ് ഉള്ളതാണ്, ഹദീസ് സ്വഹീഹാണ്. എന്താണ് ആ ഹദീസ്? ഇദൻതസഫ ശഅബാൻ ഫലാ തസൂമു. ശഅബാൻ പകുതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പെടുക്കാൻ പാടില്ല. പക്ഷെ ഒരു ഹദീസിന്റെ ഹുക്മ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കി കൂടെയുള്ള ഹദീസുകളെ ജംഅ ചെയ്തിട്ടാണ്. അതിന്റെ വിഷയം എന്താണ്? മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ലാ തഖദ്ദമു റമദാന ബിസ്സൗമി യൗമിൻ ഔ യൗമൈൻ. 1-2 ദിവസം നോമ്പുകാരായ അവസ്ഥയിൽ റമദാനെ നിങ്ങൾ മുന്നിടാൻ പാടില്ല. തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ നോമ്പെടുത്തിട്ട് റമദാനിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മുത്തനബി പറഞ്ഞു, ഇല്ലാ റജുല, ഒരു മനുഷ്യനൊഴികെ. ആ മനുഷ്യനാരാൻ? കാന യസൂമു സൗമൻ ഫൽയസും. നോമ്പ് എടുത്ത് ശീലമുള്ള മനുഷ്യനാണെങ്കിൽ അയാളെ നോമ്പ് എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഷറഹിൽ കാണാൻ ലിമൻ കാനത്ത് ലഹു ആദത്തും ബിസ്സിയാം. അയാൾക്ക് നോമ്പെടുത്തിട്ടുള്ള ഒരു പതിവില്ലാത്ത മനുഷ്യനാണെങ്കിൽ പിന്നെ പകുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? നോമ്പെടുക്കരുത്. നേരെ മറിച്ചിട്ട് അങ്ങനെ പതിവുള്ള ഒരാളാണ്. ഇപ്പൊ തിങ്കളും വ്യാഴം നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഷാബാൻ 15 ശേഷം തിങ്കൾ വന്ന് നോമ്പെടുക്കണം. വ്യാഴം വന്നാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യണം? നോമ്പെടുക്കണം. ഒന്നിടപെട്ട സുന്നത്ത് നോമ്പ് എടുക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഷാബാൻ പകുതി കഴിഞ്ഞാലും നോമ്പെടുക്കാം. ഈ ഷാബാനൊക്കെ കഴിഞ്ഞ അവസാനത്തിൽ ഈ തീരാൻ നേരത്തെ റമദാന്റെ മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് നോമ്പെടുക്കട്ടെ, ആ സമയത്ത് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നോമ്പെടുക്കാൻ പാടില്ല. ഇനി നിഷിദ്ധമല്ലാട്ടോ, അതുകൂടെ ഞാൻ പറയാം. മറ്റൊരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണുക, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഅബാന കുല്ല. അള്ളാന്റെ പ്രവാചകൻ ഷഅബാൻ മുഴുവനായി നോമ്പെടുത്തിരുന്നു.
വീണ്ടും രണ്ടാമത് ആവർത്തിച്ചു, യസൂമു ശഅബാന ഇല്ലാ ഖലീല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ശഅബാനിലെ കുറച്ച് ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും റസൂൽ നോമ്പെടുത്തത്. അതാണ് കാരണം ആ ഹദീസിന്റെ ഷർഹിലെ ഇമാം സുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അസ്സാനി തഫ്സീറുൽ അവ്വൽ, രണ്ടാമത് പറഞ്ഞത് ഷാബാന്റെ മിക്ക ദിവസങ്ങൾ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞ എന്റെ തഫ്സീറാണ്, വിശദീകരണം. എന്ന് പറഞ്ഞാൽ ഷാബാൻ മുഴുവൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 30 ദിവസം നോമ്പെടുക്കാന്നല്ല, അതിൽ മജോറിറ്റി ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരുന്നു എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബോധ്യമാണ് 15-ന് ശേഷം അള്ളാന്റെ ഹബീബ് നോമ്പെടുത്തിരുന്നു. റസൂലുള്ളാന്റെ വാക്കിൽ നിന്നും ബോധ്യമാണ് പതിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തിങ്കളും വ്യാഴം എടുക്കണവർക്ക് നോമ്പെടുക്കാം, ഇടവിട്ട നോമ്പെടുക്കണവർക്ക് നോമ്പെടുക്കാം, അവർക്കും അതില് പ്രയാസമില്ല എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾ ഞാൻ ഈ 16 മുതൽ അങ്ങനെ നോമ്പെടുക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഉത്തമമല്ല. അവരെന്ത് ചെയ്യേണ്ട, അങ്ങനെ ശാബാൻ പകുതിക്ക് ശേഷം നോമ്പിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ചില കാരണങ്ങളെ കൊണ്ട് അതുവരെ നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ ഷാബാനിന്റെ കൂടുതൽ ദിവസം നോമ്പെടുക്കണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹത്തിന്റെ രോഗം കൊണ്ട് ഷാബാന്റെ കുറെ ദിവസങ്ങൾ അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ രോഗം മാറുമ്പോൾ 2-3 ആഴ്ചയോളം പിന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇനി എന്റെ കഴിഞ്ഞല്ലോ, ഇനിയുള്ള ദിവസം പകുതി കഴിഞ്ഞുകൊണ്ട് നോമ്പെടുക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിക്കേണ്ട. അങ്ങനെയുള്ള ആൾ, അവർക്ക് ആദത്തിൽപ്പെടുന്ന പതിവ് ശീലങ്ങളുള്ള ആളുകളിൽ പെടുന്നവരാണ്. ആ നിയ്യത്തുള്ള ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, നോമ്പെടുക്കുന്നതിന് വിരോധമില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് പോലെ നോമ്പുകൾ വീഴ്ചയുള്ള ആളുകൾ, കടം വീട്ടാനുള്ള ആളുകൾ, ഇനിയിപ്പോ ശാബാൻ പകുതിയായല്ലോ അതുകൊണ്ട് ഇനി കടം വീട്ടാൻ പറ്റില്ല എന്നല്ല, എത്രയും പെട്ടെന്ന് ബാക്കി വെക്കാൻ പാടില്ല. റമദാനിന് മുമ്പ് തന്നെ ഈ ദിവസങ്ങളാണെങ്കിലും അവരുടെ നോമ്പുകള് അവരെടുത്തു വീട്ടാൻ ശ്രദ്ധിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കി പറഞ്ഞ നിഷിദ്ധം എന്നൊരു ഹുക്കം അതിൽ വന്നിട്ടില്ല. പക്ഷെ പതിവില്ലാത്തവരും ശീലമില്ലാത്തവരും പകുതിക്ക് ശേഷം തുടങ്ങാതിരിക്കലാണ് ഉത്തമം നോമ്പെടുക്കാതിരിക്കലാണ്. എന്നാൽ പതിവുള്ളവരാ നോമ്പെടുക്കണം, ഇടവിട്ട് നോമ്പെടുക്കുന്നവരെടുക്കണം, എടുക്കാൻ നേരത്തെ കരുതിയിരുന്നവരെടുക്കണം, കടം വീട്ടാനുള്ളവർ വീട്ടണം. അതിനൊന്നും ഈ വിഷയം ഈ ഹദീസിന്റെ പേര് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്നുകൂടെ സാന്ദർഭികമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മചൈതന്യത്തോടെ ഈ റമദാനിൽ സ്വീകരിക്കാൻ പുൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞവർ, ഈ അടുത്ത ദിവസം പോലും നമ്മളുമായി ബന്ധപ്പെട്ട ഒതളൂരുള്ള ഒരു സഹോദരിയുടെ ഉമ്മ നമ്മളുമായി ബന്ധപ്പെട്ടൊരു ഉമ്മയാണ്. കടവല്ലൂർ വെച്ചുകൊണ്ട് ഈ ആഴ്ച അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി വിട പറഞ്ഞു. അള്ളാഹുവെ മഅ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ കുടുംബത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, തൗഫീഖോടുകൂടെ ആഫിയത്തോടുകൂടെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഈ റമദാനിനെ പുൽകാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.